നിങ്ങളെ ഒന്ന് കാണുകയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും നിങ്ങൾ ഈ മഹത്തായ ഈ പരിപാടിക്ക് സാധുവായ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കുമെങ്കിൽ അതാവട്ടെ എന്ന്, അതുമൂലം നിങ്ങളുടെയും എന്റെയും ഒക്കെ ഭാവിയുടെ പ്രാർത്ഥനകളിൽ പരസ്പരം അങ്ങും ഇങ്ങും പങ്കുവെക്കാമല്ലോ എന്ന് മനസ്സിലാക്കി മാത്രമാണ് മഗ്രിബിന്റെ ശേഷം തന്നെ തുടങ്ങും എന്ന അടിസ്ഥാനത്തിലാണ് അൽഹംദുലില്ലാഹ് 5:30 മണിക്ക് തന്നെ സാധാരണ വട്ടിക്കാരനോട് ഞാൻ അങ്ങോട്ട് വന്നത്. ഒരു വിഷമമൊന്നുമില്ല, ഏതാണെന്നോ നാട്ടിൽ പോണില്ല, ഇന്ന് വേറെ പ്രോഗ്രാമില്ല. അതുകൊണ്ട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. സംഘടന ഒരു പ്രവർത്തനമാണ് ഞാൻ. സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കലും അതൊക്കെ സർവ്വസാധാരണ. അതുകൊണ്ട് ക്ഷുഭിതനായി ദേഷ്യപ്പെട്ടു പോകുന്ന ഒരു പ്രകൃതിക്കാരനൊന്നല്ല ഞാൻ. അല്ലാഹു ആ ഒരു മനസ്സ് എന്ന് എനിക്ക് നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടുതലായി ഇവിടെ വലിയ ഒരു ഉദ്ബോധനം നടത്തണമെന്നൊന്നും ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. കാരണം കുറെയൊക്കെ ഉത്ബുദ്ധരാക്കാൻ പറ്റിയ ഏരിയയിലാണ്. അതിന്റെ സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഒരുപക്ഷെ ഈ പ്രദേശത്തെ ആളുകൾ ഇന്ന ഒരുപക്ഷെ കുറച്ചൊക്കെ ആൾക്ക് പരിചയമുണ്ടെങ്കിലും നിങ്ങളെ നേരിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടി പരിചയമില്ലെങ്കിലും കുറെയൊക്കെ ഈ സാഹചര്യങ്ങളും നാടിന്റെ പരിസരങ്ങളും ഒക്കെ നേരത്തെ എനിക്കറിയാവുന്നത് കൊണ്ട് താഴേക്കടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒരു ഉത്ബോധനം നടത്തണം എന്ന് ഈ സദസ്സ് എന്നോട് ആവശ്യപ്പെട്ടില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞ് റബീഉൽ ആഖിറിലേക്ക് നമ്മൾ പ്രവേശിച്ചു. മഹാനായ ഞങ്ങളുടെ വലിയ പറയേണ്ട ആവശ്യമുണ്ടോ? കണ്ട് മനസ്സിലാക്കിയവല്ലേ അള്ളാഹ് അത് അറിഞ്ഞുകൂടെ? പക്ഷേ അറിയാത്തവരിവിടെ വരാൻ പോകുന്നുണ്ട്. ബഹുമാനത്തിന് കുറവ് കാണിച്ചിട്ട് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്വഭാവത്തിനോട് ബഹുമാനത്തിന്റെ അളവ് പറഞ്ഞു കൊടുത്താൽ നമുക്ക് പാടാലേ. ഉമ്മമാരോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് നമ്മുടെ ഈ മാതാവത്താവണോ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, ബഹുമാനിക്കേണ്ട മാസങ്ങളെ ബഹുമാനിക്കണം, ബഹുമാനിക്കേണ്ട ദിവസങ്ങളെ ബഹുമാനിക്കണം. ആദരവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ് നമ്മൾ, വല്ലാതെ ബഹുമാനിച്ചവരാണ് നമ്മൾ, വല്ലാതെ ആദരിച്ചവരാണ് നമ്മൾ. ആ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്തവരാണ് നമ്മൾ. ചെയ്തിട്ടില്ലയോ നമ്മുടെ ഈമാൻ കാമിലില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയേണ്ടതല്ലോ, എന്റെ ഉമ്മമാരോട് പറയേണ്ടതല്ലോ. റബീഉൽ അവ്വൽ 1 മുതൽ 29-ന്റെ അന്ന് മുതൽ മാസം കണ്ടോ ഇല്ലേ നമുക്കറിയില്ല. അന്ന് മുതൽ തുടങ്ങി നമ്മുടെ പള്ളിയിൽ മൗലൂദ്, നമ്മുടെ വീടുകളിൽ മൗലൂദ്, സംഘടനാ പ്രവർത്തകന്മാരാണെങ്കിൽ മൊബൈൽ മൗലൂദ്, ഹിന്ദു വീട്ടിലാണെങ്കിൽ നാളെ വീട്ടിൽ സംഘടനകൾ എല്ലാ വീടുകളിലും മൗലൂദ്. ആ വീട്ടുകാർക്ക് സന്തോഷമാണ്. കാരണം എന്താ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സംഘടന മാത്രമായപ്പോ നമ്മുടെ കുട്ടിയാണ് മുഴുവനും ഉസ്താദുമാരെ കുട്ടിയാണ് മുഴുവനും അൽഹംദുലില്ലാഹ് വീട്ടിൽ വരുന്നു. റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നു. അവർക്ക് തുള്ളി വെള്ളം കൊടുക്കുന്നു. എന്തൊരു ബഹുമാനമാണ്, എന്തൊരാദരവാണ്. ഈമാനുള്ളവന്റെ മനുഷ്യന്റെ മനസ്സുന്ന് വരുന്നതാണത്. ഈമാനുള്ളവന്റെ മനസ്സുന്ന് വരുന്ന ഒന്നാണത്. ആ ബഹുമാനം നമ്മൾ കഴിഞ്ഞപ്പോ മാസം കാണാതെ തന്നെ മാസം കാണാതെ വന്നപ്പോൾ നമ്മൾ റബീഉൽ ഒന്നായി നിശ്ചയിച്ചു. റബീഉൽ വന്നപ്പോ തങ്ങളെ നമ്മൾ മൗലിദ്
ഞാനെന്റെ സീമാവാ ഉമ്മമാരെ നമുക്ക് മറന്നു പറ്റോ നമ്മുടെ പള്ളികളിൽ നിന്ന് മുഹ്യദ്ദീമാല പാടാൻ മൗലിദ് മാത്രം പോയാ ഒരു ഹദീസ് മൗലിദ് പറയാൻ പിന്നെ മുഹ്യദ്ദീമാല പാടാൻ പാടേണ്ട കാര്യങ്ങളാ പാടേണ്ട ദിവസങ്ങളാണ് കാര്യങ്ങളാണ് ഒരു കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ വല്ലാതെ മുഹ്യദ്ദീമാല പാടിയിരുന്നോ മാല പാടിയിരുന്നോ മാലകൾ പാടിയിരുന്നോ ഒരു പക്ഷേ ഇവിടെ ഇപ്പോഴും പാടുന്ന ഉമ്മമാരും ഉമ്മാമാരും ഉണ്ടാകാം പക്ഷേ ചെറുപ്പക്കാരികളെ യുവതികൾക്ക് ഇന്ന് മാല പാടാൻ അറിയുന്നില്ല വിദ്യാഭ്യാസപൂർവ്വ മദ്രസകളിൽ അൽഹംദുലില്ലാഹ് അവിടെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാല പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു ഓരോ പഠിപ്പിക്കുന്നു പാടിക്കൊണ്ടിരിക്കുന്നു പഴയകാല പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടി നമ്മുടെ ഉസ്താദുമാര് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുഹ്യദ്ദീമാല പാടണം അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ ഒരു ഹദീസ് മൗലിദ് ഓതിയാൽ പിന്നെ കുറച്ച് മുഹ്യദ്ദീമാല പറയാ എന്തൊരു സന്തോഷമാ മാസം വന്നപ്പോ അവനെ പുകഴ്ത്തുന്നു ഈമാനുള്ളവന്റെ ലക്ഷണങ്ങളാ ഈമാനുള്ളവന്റെ സ്വഭാവങ്ങളാ അല്ലാഹു പറഞ്ഞതാണത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണത് ബഹുമാനിച്ചതിനെ നിങ്ങൾ ബഹുമാനിക്കണം ബഹുമാനിച്ചതിനെ നിങ്ങൾ ആദരിക്കണമെന്ന് മുസ്ലിമിന്റെ സ്വഭാവമായി അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചു തന്നപ്പോ ഉമ്മമാരെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം മൗലിദ് നമ്മൾ ഓതണം വൈദേശികത്തിന്റെ മൗലിദ് ഓതണം നമ്മൾ നടത്തണം പോയാ കുത്തുബിയത്ത് നമുക്ക് നടത്തണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാക്കി എന്നെക്കാളും വയസ്സുള്ളവരാണ് ഞാൻ. എനിക്ക് 39 വയസ്സായിട്ടുള്ളൂ. എന്നെക്കാളും ഒരുപാട് നാടിന്റെ പാരമ്പര്യം അറിയുന്നവരാണ് എന്റെ മുമ്പിലിരിക്കുന്നവർ. കുത്തുബിയത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? ഇപ്പൊ ഞങ്ങൾ നാട്ടിലറിയാം മുകളിലെ പ്രാചീന ചെല്ലുന്ന അല്ലെങ്കിൽ കുത്തുബിയത്ത് നടത്തുന്ന ആ വീടിന്റെ ഉള്ളിൽ ഇതുപോലത്തെ പുല്ലുകൊണ്ടോ ഓല കൊണ്ടോ ഓട് കൊണ്ടോ മാഞ്ഞ വീടായിരിക്കും. കടത്തിന്റെ വീടല്ല. അതുകൊണ്ട് മേലാപ്പ് കെട്ടാൻ സുഖം. മേലാപ്പ് പറഞ്ഞ നല്ലൊരു കർട്ടൻ മുകളിൽ കെട്ടുക. എന്നിട്ട് ആ കർട്ടന്റെ മുകളിൽ പൊടി ഇടുക. ഏത് പൊടി? അരിപ്പൊടി. കുത്തുബിയത്ത് നല്ല സ്ഥലത്തേക്കും അരിപ്പൊടികളാണ്. അതിനാണ് അല്ലല്ല. പിന്നെന്തിനാ ഔത്തില്ലാത്തവനങ്ങനെ വിളിക്കുമ്പോ ബഗ്ദാദ് കടക്കുന്ന കുത്തുബല്ലത്താവ് ഔത്തില്ലാത്തവനങ്ങനെ വിളിക്കുമ്പോ لأجل دعوته فلتكب يا تلقى موحي الدين يا موحي الدين يا موحي الدين يا موحي الدين عبد القادراني ഔത്തല്ലാമിനായിരം വട്ടങ്ങനെ വിളിച്ചിട്ട് ആ വീട്ടിൽ അവരെ ഹാര്യമായിട്ട് ഔത്തല്ലാമൻ കവിത്തിൽ കുതിരപ്പുറത്ത് വന്നിട്ട് ബഗ്ദാദിൽ നിന്ന് കുതിരപ്പുറത്ത് ബഹുമാനപ്പെട്ട ഔത്തല്ലാമൻ വന്നിട്ട് ഏത് വീട്ടിലാണ് ആ കുത്തുബിയത്തിന്റെ മേലാപ്പിൽ കുതിരയുടെ കുളം വഴി കണ്ടത് നമ്മുടെ മലപ്പുറം ജില്ലയിലില്ലേ? മലപ്പുറമില്ലേ? ആരക്കുളം കണക്കുന്ന
കുതിരപ്പുറത്ത് വന്നിട്ട് ആ കുതിരയുടെ പുറമടി വന്നിട്ടുണ്ട് നമ്മുടെ മതത്തിൽ ഹാജരായിരുന്നോ നോക്കാൻ പരിശോധിക്കാൻ മേധാവിന്റെ പേരെ പൊടിവിതറിക്കാത്തിരിക്കുന്ന കഴിഞ്ഞു പോയ മറക്കാൻ പറ്റുമോ? പുതിയ തലമുറക്കുകളിലെ നമ്മളിന്ന് പൊടിയണ അതിനപ്പുറമുള്ള തസ്തി ചെയ്താലും കുഴപ്പടിക്കാണോ? ഈ മാറിന്റെ കുറവല്ലേ, ബഹുമാനത്തിന്റെ കുറവല്ലേ? എന്റെ ഞാൻ നിങ്ങളെ ആക്ഷേപിച്ച് പറയല്ല, എന്നെയും ആക്ഷേപിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നു, അവർക്ക് വിളിക്കാൻ ഉണ്ടായിരുന്നു, അവർക്ക് വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുതിരയുടെ കുളമ്പടി പറഞ്ഞ ഓർമ്മ ഇതൊന്നും കിതാബ് രേഖപ്പെട്ടതായിരുന്നല്ല. അങ്ങനെ പറഞ്ഞൊന്നും കിട്ടൂല. പാരമ്പര്യമായ തളർന്നു അത് മതി വിശ്വാസത്തിന് ഇല്ലല്ലോ. പരമ്പരാഗതമായ ഒരു തനത് അൽഹംദുലില്ലാഹ് നമുക്കറിയാലോ. അതാണ് എന്തുകൊണ്ട് ഏഴാമരൊക്കെ പൊടിയിട്ടിട്ട് എന്തിനാണ് പൊന്നരങ്ങള് ായിരുന്നോ? അന്ന് വിളിക്കുന്ന ആളുകൾ മഹാന്മാരായിരുന്നു. നമ്മപ്പോലത്തെ എന്നെപ്പോലത്തെ ആളുകളായിരുന്നില്ല. അവർ വലിയ മഹാന്മാരായിരുന്നു. വിളിച്ചാൽ ആ വിളി കേൾക്കുന്നവരായിരുന്നു. എന്തുകൊണ്ടാ? ഈമാൻ കൊണ്ടാ, ബഹുമാനം കൊണ്ടാ. ഈമാൻ കുറഞ്ഞുപോയി, ബഹുമാനം കുറഞ്ഞുപോയി, അതുകൊണ്ട് വിളയും കുറഞ്ഞുപോയി. പക്ഷേ പിടിച്ചു നിർത്തുന്നത് എന്റെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഈ പേരിൽ അറിയപ്പെടുന്ന ആളുകളല്ലേ. ഇത് ഒരിക്കലും മറ്റു പോകാൻ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലുമായി മഹാനായ ഹബീബിന്റെ ഒരിക്കലും മറ്റു പോകാൻ പാടില്ല എന്ന് കണിശമായി വിചാരിച്ചുകൊണ്ട് കുറച്ചെങ്കിലൊക്കെ പിടിച്ചു നിർത്തുന്നത് നമ്മെപ്പോലെ ആളുകളല്ലേ. അല്ലാതെ റസൂൽ പറഞ്ഞല്ലോ, സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന കാലം എത്ര കണ്ടാലും നിങ്ങൾ അള്ളാഹുവിന്റെ വാചക അണപ്പല്ല് പോലെ നിങ്ങൾ പിടിക്കേണ്ടി വരും. കൈകൊണ്ട് പിടിച്ചാൽ വീടറിയാൻ ആളുകൾ വരും. എല്ലാവരും എല്ലാവരും ഒരുമിച്ചിട്ട് നിങ്ങൾ ആക്രമിക്കും. നിങ്ങളെ കയ്യുന്നത് വീടറിയാൻ വേണ്ടിയിരിക്കും. ഈ സമയത്ത് ഹബീബ് പറഞ്ഞല്ലോ, അതുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കരുത്. എത്ര പറഞ്ഞാലും പ്രലോഭനങ്ങൾക്കുണ്ടാവും, കോമഡികൾ വാഗ്ദാനം ചെയ്താലും ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്താലും